മമ്മൂക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുണ്ടാവില്ല. മമ്മൂക്ക സുഖപ്പെട്ടു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അതിനേക്കാളേറെ സന്തോഷം, അത് കേട്ട് എനിക്ക് അതിനേക്കാളേറെ സന്തോഷമാണ് തോന്നിയത്. മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്ന വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ അതിന്റെ സന്തോഷം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും ഒക്കെ പങ്കുവെച്ചു. ഇന്നലെ MLA ഉമാ തോമസും സമാനമായ ഒരു പോസ്റ്റ് പങ്കുവെച്ചു. ചേച്ചി ഇന്നലെ പോസ്റ്റ് പറഞ്ഞത് വലിയ സന്തോഷം തോന്നുന്നു, ഒരുപാട് പ്രാർത്ഥനകൾക്കൊരു ഉത്തരം, അതിന്റെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന രീതിയിൽ കൂടിയാണ്. മാത്രമല്ല ചേച്ചി ആശുപത്രിയിൽ കിടന്നപ്പോൾ മമ്മൂട്ടി അയച്ചൊരു പോസ്റ്റ് കൂടി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു ആ വാർത്ത കേട്ടപ്പോൾ? സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിനെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും വളരെ എനിക്ക് സന്തോഷമാണ് അദ്ദേഹത്തിനോട് ഇടപെടുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും എത്ര തിരക്കുള്ള ആളാണ്, എന്നാൽ പോലും നമ്മളൊരു പോസ്റ്റ് എന്തെങ്കിലും അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായമോ എന്തെങ്കിലും ഒരു കാര്യം ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകം തീർച്ചയായിട്ടും എന്തായാലും മിനിറ്റ്സ് എന്ന് തന്നെ പറയാം, ഉടനെ അത് റെസ്പോണ്ട് ചെയ്തിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു മറുപടി ഉണ്ടാവും. അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ള ഒരു വാർത്ത ഞാൻ ശ്രുതി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ചെൻ്റെ ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കേട്ടു എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തു, ശരിയാണ്, ഞാൻ ചെന്നൈക്ക് പോവുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പം സത്യത്തിൽ ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, എന്തായാലും ട്രീറ്റ്മെൻറ്റിന്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടെടുത്തോളം രക്ഷപ്പെടുന്നവരെല്ലാം വിദേശത്ത് പോയിട്ട് അങ്ങനെ പുറത്തു പോയിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആൻഡ്രോ ജോസഫിനെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ തിരക്കിലാണ് ചേച്ചി, മമ്മൂക്ക സുഖപ്പെട്ടു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അതിനേക്കാളേറെ സന്തോഷം, അത് കേട്ട് എനിക്ക് അതിനേക്കാളേറെ സന്തോഷമാണ് തോന്നിയത്. മാത്രമല്ല എൻ്റെ അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വിതിൻ മിനിറ്റ്സ്, എനിക്ക് ഓർമ്മയില്ല, ബോധമില്ല ഒക്കെയാണ്, ഇവിടെ നമ്മളുടെ സ്റ്റാഫ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്താണ് കണ്ടീഷൻ, ചേച്ചി കൈയനക്കി കാലനക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരയച്ചിരിക്കുന്നതെല്ലാം ഞാൻ തുടർച്ചയായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനെല്ലാത്തെയും അദ്ദേഹം ദുആ ചെയ്തുകൊണ്ടുള്ള ഒരു പിക്ചറാണ് അയച്ചിരുന്നത്. അതുപോലെ തന്നെ ശരിക്കും അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രാർത്ഥന, അതുപോലെ ഈ കേരള സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് എനിക്ക് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മമ്മൂക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുണ്ടാവില്ല. തിരിച്ചുവരവിന്റെ സന്തോഷം, ആശ്വാസം ഒക്കെ അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ അതിന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.